ഗൾഫ് നാടുകളിൽ ചെന്നാൽ പിരിവിന് വേണ്ടി ഞാൻ കാന്തപുരത്തിന്റെ അനുജനാണെന്ന് കള്ളം പറയുന്ന മുഹമ്മദ് ബാദുഷാ സഖാഫി ഖതീബായിരുന്ന ഭീമാപള്ളിയിലെ ഉറൂസിന്റെ രംഗം, ആ രംഗം കണ്ടോളൂ. സലഫി ഫെസ്റ്റും നിങ്ങളൊക്കെ ഒരുപോലെ കണ്ടോളൂ. ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് മോരും മുതലും വെച്ച മാതിരിയാ പ്രകടനം. അവിടെ ഒരു പ്രശ്നമില്ല. സ്ത്രീ പള്ളിയിലേക്ക് ഇസ്ലാമിക വേഷം ധരിച്ചു പോയാൽ ഫിത്തന, അത് ഹറാമ്. പള്ളി പ്രവേശനം നേർച്ചപ്പറമ്പിലോ ആണും പെണ്ണും കൂടിക്കലർന്ന് ഇത്താത്തമാരെ ഉണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് ഉള്ളിൽ കയറി നിന്ന് അണികളെ ശരിയാക്കി തൊടിയാണ്. അവിടെ ഒന്നും മുറിയുന്നില്ല, അവിടെ മറയില്ല, ഒരു പ്രശ്നവുമില്ല, അതിനൊന്നും കുഴപ്പമില്ല. നമ്മള് ഇസ്ലാമികപരമായ പള്ളിയിലേക്കുണ്ടായ പ്രശ്നം. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ഈ സമൂഹത്തില് ഈ രൂപത്തിൽ പുരോഹിതന്മാര് എഴുത്തി വെച്ച അപകടമെന്ന് നിങ്ങൾ കാണണം. കണ്ടോ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണത്. അവരുടെ ഡാൻസും പാട്ടും കൂത്തുകളും നേർച്ചപ്പറമ്പില് ഇനിയും കഴിഞ്ഞോ ഇല്ല, വീണ്ടും നമുക്ക് കാണാം. ആണും പെണ്ണും കൂടിക്കലർന്ന്, ആണും പെണ്ണും കൂടിക്കലർന്ന് അവിടെ ബർക്കത്തിന്റെ പഴമെടുക്കാൻ വേണ്ടി ഈ പള്ളി പരിസരത്തുള്ള ആ ഭീമാ പള്ളിയുടെ പരിസരത്ത് ജാറത്തിലേക്ക് വന്ന് ഈ രൂപത്തിൽ തക്ബീറുകൾ ധ്വനികൾ മുഴക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ആണും പെണ്ണും കൈകൊണ്ട് ഉയർത്തി അവിടെ തക്ബീർ ധ്വനികൾ മുഴക്കി കൊണ്ടുവരുന്നതാരാ? അമുസ്ലിങ്ങളല്ല, അന്യമതസ്ഥരല്ല, അവരുടെ ആചാരങ്ങളല്ല. ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമീങ്ങളായ ഈ പുരോഹിത വർഗം ഫത്വ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ, സഖാഫികൾ അവിടെ നേതൃത്വം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടക്കുന്ന ദുഷ്പ്രവർത്തനങ്ങളും അവിടെയുള്ള നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനകളുമാണ്. എന്നിട്ട് ഇതിനൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ച് പകരം സലഫി ഫെസ്റ്റ് ഇട്ട് ജിന്നുപിശാചിനെ പിടിച്ച് ഒരു നിലക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ഈ സമൂഹത്തിലെ ശിർക്കിന്റെ പൂജകന്മാരാണ്. നിങ്ങൾ ഈ സമൂഹത്തിൽ ഈ രൂപത്തിൽ അജ്ഞരായ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നവരാണ്. ഇവിടെ മുസ്ലിം സമൂഹത്തിൽ ഭിന്നതയും അതുപോലെ അനൈക്യവും ഉണ്ടായി. 924 സ്ഥാപിക്കപ്പെട്ട ജംഇയത്തുൽ ഉലമാ അഹ്ലു സുന്ന വൽ ജമാഅ എന്ന തൗഹീദ് പ്രസ്ഥാനത്തിൽ നിന്ന് 26 സമസ്ത എന്ന വാല് ചേർത്ത് ആദ്യമായി പിളർന്നത് നിങ്ങളാണ്. പിന്നെ നിങ്ങൾ മനുഷ്യജാലിക എന്ന ക്യാമ്പയിൻ വെച്ചിട്ടോ പൈതൃകത്തിലേക്ക് ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് എന്ന ക്യാമ്പയിൻ വെച്ചത് കൊണ്ടോ കാര്യമില്ല. സ്വന്തം വിഭാഗത്തിൽ പോലും ഫിത്തനയും കുഴപ്പങ്ങളും സൃഷ്ടിച്ച് മനുഷ്യ സമൂഹത്തിൽ ഫിത്തനയുണ്ടാക്കി മുറിഞ്ഞു പോകുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് അവകാശമില്ല എന്ന് ഞാൻ ഇവിടെ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സന്മാർഗം വ്യക്തമായി വന്നു കിട്ടിയതിനു ശേഷം ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിന് എതിരായി പ്രവർത്തിക്കുന്നു എങ്കിൽ, അതുപോലെ ഉത്തമരായ സ്വഹാബത്തിന്റെ മാർഗം വിട്ടുകൊണ്ട് പിരിഞ്ഞു പോകുന്നു എങ്കിൽ, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടുന്നതാണ്. ജഹന്നം, അവന്റെ സങ്കേതം നരകമാണ്. അത് എത്ര മോശമായ താവളമാണ്, സങ്കേതമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു സംഘം, അന്ത്യനാൾ വരെ സത്യത്തിന്റെ മാർഗത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സംഘം, സഹോദരങ്ങളെ, ഇവിടെ കേരള നേതൃത്വ മുജാഹിദീൻ മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ തെറ്റായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റായ രൂപത്തിൽ വല്ല അഭിപ്രായങ്ങളും പ്രാസംഗികന്മാർ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണ്ഡിതോചിതമായി തീരുമാനമെടുത്ത് തിരുത്തുകയും ജനസമൂഹത്തിൽ വ്യക്തമായ നിലപാടുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ജനങ്ങളെ വ്യക്തമായ പ്രകാശത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ അടുത്തറിയുക. ആരോപണങ്ങൾ നടത്തുന്ന പുരോഹിതന്മാരെയും അതുപോലെയുള്ള ആദർശ വൈരികളെയും നിങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് ഹക്കിന്റെ മാർഗം ഉൾക്കൊള്ളുവാൻ നിങ്ങൾ കടന്നു വരമെന്നാണ് എനിക്ക് എൻ്റെ എല്ലാ പണ്ഡിതന്മാരോടും ഇവിടെ കൂടിയ നിഷ്പക്ഷമതികളോടും അതുപോലെ തന്നെ പ്രത്യേകമായ ഓരോ സംഘടനയുടെയും പ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു